മനോഹരമായ പ്രഭാതത്തിൽ എല്ലാവരെയും ഡിവിഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സെഷൻ കൂടുതൽ സമ്പന്നമാക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥി ആർ ദേവകി മേനോൻ മേഡത്തെ ഡിവിഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദേവകി മേനോൻ മാനേജ്മെന്റ് മേഖലയിൽ 20 വർഷത്തിലേറെ അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വമാണ്. കഴിഞ്ഞ 10 വർഷമായി മാനേജ്മെന്റ് കൺസൾട്ടായി പ്രവർത്തിച്ചു വരുന്നു. മാനേജ്മെന്റ് കൺസൾട്ടിങ്ങിൽ പോസ്റ്റ് ഗ്രാജുവേഷനും മാനേജ്മെന്റിൽ PhD ചെയ്യുന്നു. ലീൻ സിക്സ് സിഗ്മ ബ്ലാക്ക് ബെൽറ്റ് നേടിയ മാഡം അന്തർദേശീയ സെമിനാറുകളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അന്തർദേശീയ ജേണലുകളിൽ ഗവേഷണ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. സംരംഭകത്വ പരിശീലകയും കണ്ണൂർ റൂട്ട് സെറ്റ് ഫാക്കൽറ്റിയും അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഫാക്കൽറ്റിയുമായി സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ISTD വൈസ് ചെയർപേഴ്സണും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മെന്ററുമാണ്. കച്ചവി എന്ന മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സ്ഥാപനത്തിന്റെ സ്ഥാപകയും ഡയറക്ടറുമാണ്. ഇന്നത്തെ ഈ പ്രഭാതം ഒരു സാധാരണ സെഷനായി മാത്രമല്ല, പുതിയ ചിന്തകൾക്കും പുതിയ സാധ്യതകൾക്കും വാതിൽ തുറക്കുന്ന ഒരു അനുഭവമായി മാറട്ടെ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു ദേവകി മാം. മാം പ്ലീസ്. ഹായ്, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? Good morning. Yes, ma'am. Okay. Right. Thank you so much. Thank you for that lovely introduction. Let me wish you all a very happy and a productive morning. Okay. ഞാൻ എൻ്റെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യായിരുന്നു. പക്ഷേ some problem എനിക്ക് എന്താണെന്ന് അറിയുന്നില്ല. So I am not able to share the slide, but still I am trying to. Okay. ഞാൻ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. In between, let us begin the session. Okay. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? പറഞ്ഞോളൂ. ശരി ശരി, ഓക്കെ, താങ്ക് യു. ഈ ഒരു സെഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൽ എത്ര ആൾക്കാർ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, എത്ര പേര് വർക്ക് ചെയ്യുന്നവരുണ്ട്, ലൈക്ക് എംപ്ലോയിഡ് ആണ്, അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആണ്? ജസ്റ്റ് ചാറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി ബി, അല്ലെങ്കിൽ എംപ്ലോയിഡ്. ബി ആണെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എംപ്ലോയിഡ് ആയിട്ടുള്ളവരാണ്. അല്ല നിങ്ങൾ ഒരു പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് പി. ഓക്കെ, ഗ്രേറ്റ്. ഉമീറ ഇസ് എംപ്ലോയിഡ്. ചാറ്റിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണോ, അതോ നിങ്ങൾ എംപ്ലോയിഡ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ, എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പൊ വീട്ടിലാണെങ്കിൽ പോലും ഹോമിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും അല്ലെ? നിങ്ങൾക്ക് ഒരിക്കലും സമയം ഉണ്ടാവില്ല, ഒരുപാട് വർക്ക് ഉണ്ടാവും. അപ്പൊ യു ക്യാൻ ജസ്റ്റ് ടൈപ്പ് ബി ഫോർ ബിസിനസ്, ഫോർ ഓക്കെ പെൻഷനർ ഫൈൻ. പെൻഷനർ ആണെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടാവും, പ്രവാസിയാണെങ്കിലും ഓക്കെ, ബട്ട് യു ആർ എൻഗേജ്ഡ് അല്ലെ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെന്റിൽ ഉള്ളവരായിരിക്കും. ആരും വെറുതെ ഇരിക്കുന്നുണ്ടാവില്ല. റിട്ടയർ ആണെങ്കിൽ പോലും ഐ ക്യാൻ സി മെഹറുനീസ റിട്ടയർഡ്, ഓക്കെ, സഫിയ തൂസ് എംപ്ലോയിഡ്. അപ്പൊ എല്ലാവരും തന്നെ എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഒന്നുകിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടാവും, ആ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു എംപ്ലോയ്മെന്റിൽ അവർ തരുന്ന ടാസ്കുകൾ നിങ്ങൾക്ക് ഒരു സമയം തന്നിട്ടുണ്ടാവും, ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അതും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്നവരായിരിക്കും. തന്നെ നിങ്ങളുടെ ഹോബീസ് വെച്ചിട്ട് നിങ്ങൾ ഏൺ ചെയ്യുന്നവരായിരിക്കും. ഇറ്റ് ക്യാൻ ബി എനിത്തിങ് അല്ലെ? ഇനി എത്ര പേര് നിങ്ങൾ എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട് എന്നും കൂടിയിട്ട് ആ ടൈപ്പ് ഇതിൽ ഒന്ന് ഇടണം. എന്ന് വെച്ചാൽ ബി എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ B-12, അതായത് 12 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ 14 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പൊ എംപ്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 മണിക്കൂർ, 9 മണിക്കൂർ, 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ജസ്റ്റ് ടൈപ്പ് E-12, E-8 അല്ലെങ്കിൽ P-12, അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? എത്ര മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് അറിയാനായിരുന്നു. നിങ്ങൾ ഒരു ദിവസം ഏകദേശം E-12, ഓക്കെ, ഐ ഗോട്ട് E-8, ഗ്രേറ്റ്. 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, യു ആർ ദയർ ഇൻ സം ആക്ടിവിറ്റി. E=14, 6. കുറെ ആൾക്കാർ പല പല ടൈമിങ്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, നൗ ലെറ്റ് us check. നിങ്ങൾ ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ടും 12 മണിക്കൂറും 14 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് ഓക്കെ ഇത്രയും പണി ചെയ്തിട്ടും
എനിക്ക് കുറച്ചേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഈ സമയം ഒന്നും പോരായിരുന്നു എന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് മീ എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. കുറെ 12 മണിക്കൂറും 14 മണിക്കൂറും ഒക്കെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ചേ ചെയ്തുള്ളൂ അല്ലെങ്കിൽ എന്നിട്ടും ഒന്നും മതിയാവുന്നില്ല എന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? ഓക്കെ, മീ രണ്ടുപേരേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ട്? വി ഹാവ് നിയർലി 100 പാർട്ടിസിപ്പൻസ്, അബൌട്ട് 97 ആൾക്കാരുണ്ട്. അതില് ബാക്കി എല്ലാ ആൾക്കാർക്കും നിങ്ങൾ ഇത്രയും സമയം വർക്ക് ചെയ്തിട്ടും ഓക്കെ യു ഹാവ് അക്കംപ്ലിഷ്ഡ് എവറിത്തിങ് എന്ന് തന്നെയാണോ ഫീൽ ചെയ്യുന്നത്? എന്താണ് തോന്നുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? സംവാട്ട് ഓക്കെ എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഫൈൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നത് നല്ല ക്ലിയർ ഉണ്ട് നന്നായിട്ട് കേൾക്കാം. നല്ല ഓക്കെ, ക്ലാരിറ്റി ഉണ്ട് മാഡം. ഓക്കെ, താങ്ക് യു. ജസ്റ്റ് വാണ്ടഡ് ടു നോ. ഞാൻ എന്റെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ചെക്ക് ഇഫ് ദ സ്ലൈഡ് ക്യാൻ ബി സീൻ. ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, നമുക്ക് എത്ര പേർക്ക് ഈ 12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് സ്റ്റിൽ നമ്മളൊന്നും അച്ചീവ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടെന്ന് അല്ലെ? അപ്പൊ കുറെ പേര് അതിനകത്ത് മീ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ജെസ്സി, നമ്മളുടെ അടുത്ത് പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? വി ആർ ടോട്ട് ദാറ്റ് പ്രൊഡക്ടിവിറ്റി ഈസ് എ ടൈം മാനേജ്മെന്റ് പ്രോബ്ലം അല്ലെ? പ്രൊഡക്ടിവിറ്റി നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തോണ്ടാണ് ഈ പ്രൊഡക്ടിവിറ്റി നമുക്ക് പറ്റാത്ത എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അത് എത്ര പേര് അഗ്രി ചെയ്യുന്നു? അഗ്രി ചെയ്യുന്നവര് ജസ്റ്റ് അഗ്രി എന്നൊന്ന് ടൈപ്പ് ചെയ്യാമോ? എത്ര പേര് അഗ്രി ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് അഗ്രി എന്ന് മാത്രം ഒന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്തു. ഒന്നുകൂടി പറയാം. അതായത് നമ്മളിപ്പോ പറയുന്നില്ല, നമുക്ക് സമയം തികയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇത്ര തന്ന സമയത്തിനുള്ളിൽ വർക്ക് തീർക്കാൻ പറ്റുന്നില്ല. തന്ന ടൈമിൽ വർക്ക് തീർക്കുന്നതിനല്ലേ നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്? അതല്ലെങ്കിൽ തന്ന ടൈമിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിനല്ലേ നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്? അപ്പോൾ പ്രൊഡക്ടിവിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ടൈം മാനേജ്മെന്റ് പ്രോബ്ലം ആണ് എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഡു യു അഗ്രി വിത്ത് മീ? ഇഫ് യു അഗ്രി ചെയ്യുന്നില്ലെങ്കിൽ അഗ്രി ചെയ്യുന്നില്ല എന്ന് പറയാം കേട്ടോ, നോട്ട് അഗ്രി എന്ന് പറയാം. ക്ലിയർ ആയോ? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? യെസ് മാഡം, യെസ്, ക്ലിയർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് അല്ലെ, നമ്മളതൊരു ടൈം മാനേജ്മെന്റ് പ്രോബ്ലം ആണ് എന്നുള്ളത്. സോ നൗ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നമ്മളുടെ ഈ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എല്ലാം ഉണ്ട് അല്ലെ? നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബെറ്റർ ടെക്നോളജി, ഫാസ്റ്റർ ഇന്റർനെറ്റ്, സ്മാർട്ട് ടൂൾസ്, മോർ ഓട്ടോമേഷൻ. നമ്മൾ AI-ന്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് AI-ന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചവരുമായിരിക്കും. ഈ ക്ലാസ്സിൽ ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്ന 100 പേരുണ്ടെങ്കിൽ ഈ 100 പേരിലും ഒരു ഭൂരിഭാഗം ആൾക്കാരും അറ്റ്ലീസ്റ്റ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയുന്നവരായിരിക്കും, ടെക്നോളജി കുറേയൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് AI ഉപയോഗിക്കാൻ അറിയുന്നവരായിരിക്കും. എന്നിട്ടോ എന്താണ് അതിന്റെ റിസൾട്ട്? ഒരു വിരോധാഭാസം അല്ലേ? ആക്ച്വലി ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കണം? നമ്മൾക്ക് കൂടുതൽ ടെക്നോളജി അറിയുമെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയല്ലേ വേണ്ടത്? നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടണം, അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രെസ് കുറയണം, നമ്മൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ കഴിയണം. പക്ഷെ ആക്ച്വലി എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മോർ ഓഫ് സ്ട്രെസ്, മോർ ബേൺ ഔട്ട്, മോർ ഡിസെൻഗേജ്മെന്റ്, മോർ എക്സോഷൻ. ഇതാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. ഇസ് ദിസ് ട്രൂ ആണോ അല്ലയോ? ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൂ എന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. ട്രൂ, റൈറ്റ്? നമ്മൾ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വി ഫോർഗോട്ട് ദ ഹ്യൂമൻ എലമെന്റ് ഇൻ ദ മെഷീൻ. എന്താണ് ഇതിന്റെ കാരണം? നമ്മൾ തന്നെ മറന്നുപോയി നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ് എന്നുള്ള കാര്യം. നമ്മളെല്ലാവരും ഈ ടെക്നോളജി ഇതൊക്കെ ഉപയോഗിച്ച് യന്ത്രങ്ങളെ പോലെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പല സമയത്തും നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ് എന്നുള്ളത് പോലും മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് അല്ലെ? ഐ തിങ്ക് യു ഓൾ അഗ്രി വിത്ത് മീ. നൗ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്
വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റീവ് എന്ന് പറഞ്ഞ ഒരാളെയാണ്. ഇതൊരു റിയൽ കേസ് സ്റ്റഡിയാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രൊഫൈല് ഒരു 37 വയസ്സ്, ഏർണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന കമ്പനി, ഏർണസ്റ്റ് ആൻഡ് യങ് എന്നുള്ള കമ്പനി EY നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? വേൾഡിലെ തന്നെ ബിഗ് 4 കൺസൾട്ടിങ് ഫേംസിലെ ഒന്നായ ഏറ്റവും വലിയ ഒരു സ്ഥാപനത്തിലെ പാർട്ട്ണറാണ്, മാരീഡ് ആണ്, 4 കുട്ടികളുണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ മെട്രിക്സ് വെച്ചിട്ടാണ് ഇയാൾ സക്സസ്ഫുൾ ആണ് എന്ന് പറയുന്നത്. ഈ ഹൈലി സക്സസ്ഫുൾ ആണ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എക്സ്റ്റേണൽ മെട്രിക്സ് ആണ്. ഈ എക്സ്റ്റേണൽ മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളുടെ വർക്കിലുള്ള നമ്മളുടെ പെർഫോമൻസ് അവരെങ്ങനെയൊക്കെയാണോ ആ സ്ഥാപനം നമ്മളെ മെഷർ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത് അല്ലെ? ഡു യു എഗ്രി? എക്സ്റ്റേണൽ മെട്രിക്സ് വെച്ചിട്ട് പറയുന്നത് ഇദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന്. പക്ഷെ റിയാലിറ്റിയിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഇയാള് 12 തൊട്ട് 14 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു. സ്ലൈഡ് ഇപ്പൊ ബിഗിനിങ്ങിലാ വന്നേക്കുന്നത്. അതെ, സ്ക്രീൻ ഷെയറിംഗ് ബിഗിനിങ്ങിലുള്ള മാഡം. ഹലോ മാ, ഹലോ 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 സ്ലൈഡ് ഷെയറിംഗിന്റെ madam. ഓക്കെ, ബിഗിനിങ്ങിലാണ്. ഞാനൊന്ന് റീജോയിൻ ചെയ്തതാണ്. വൈ? ബിക്കോസ് ഹലോ, ഹലോ, എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ എന്റെ സ്ക്രീനിന് എന്തോ പ്രോബ്ലം വരുന്നുണ്ട്. അതെ 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 അതെ, ഓക്കെ, വീഡിയോ Fine. ഓൺ ചെയ്യുമ്പോൾ. ആ വീഡിയോ ഓപ്പൺ ചെയ്യപ്പോ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് തന്നെ സംസാരിക്കാം. ബിഫോർ ദാറ്റ് ഞാൻ അഗൈൻ അതിലേക്ക് ഒന്നുകൂടെ റീജോയിൻ ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, എക്കോ സോ വരുന്നുണ്ട്, എക്കോ Sorry. വരുന്നുണ്ട് മാഡം. ഇപ്പൊ സ്ലൈഡ് വന്നോ? ഇപ്പൊ സൈഡ് പകുതി ഹാഫ് വന്നു. വന്നു, പക്ഷെ ഫുള്ള് വിസിബിൾ അല്ല എനിക്ക്. But still there is some problem, I think. Okay. എനിക്കൊന്ന് Let me സൂം see. ചെയ്ത് Okay. വെച്ചേക്കുവാ. Anyway, Anyway, നമുക്ക് ഇത് continue കണ്ടിന്യൂ ചെയ്യാം. ചെയ്യാം. അപ്പൊ അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ്? എക്കോ വരുന്നുണ്ട് മാം. മാഡം 2 ഡിവൈസ് ഉണ്ട്, എക്കോ വരുന്നുണ്ടല്ലോ. ഇപ്പൊ എക്കോ പോയോ? പോയി. ഓക്കെ. എനിവേ ഞാൻ അത് സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ദർ ഇസ് സം പ്രോബ്ലം. ആ വീഡിയോ ഓൺ ചെയ്യുമ്പോ അത് എന്തോ പോകുന്നുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. മാം കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ സമയം കണ്ടിന്യൂ ചെയ്യാം, നോ പ്രോബ്ലം. അല്ല, സ്ലൈഡ് വേണം, പക്ഷെ ലെറ്റ് മീ കണ്ടിന്യൂ. അപ്പൊ Okay. നമ്മളിപ്പം ഒരു വ്യക്തിയെ പറ്റി മനസ്സിലാക്കി അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ചാറ്റിൽ ടൈപ്പ് ചെയ്യാം, ഇതുപോലൊരു വ്യക്തിയെ, സ്റ്റീവിനെ പോലൊരാളെ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ആരെങ്കിലും സ്റ്റീവിനെ പോലെ ഒരു ആളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടാവും. അപ്പൊ ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെനിന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂന്ന് ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളത് ടൈപ്പ് ചെയ്യാം അല്ലെ? സ്റ്റീവിനെ പോലെ ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ സ്റ്റീവിന്റെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചാല്, സ്റ്റീവിന് ഒരുപാട് കാര്യങ്ങളില് കഴിവുകളും ഒരുപാട് എന്താ പറയാ എക്സ്പീരിയൻസും നോളജും ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഓഫീസിൽ അദ്ദേഹത്തിന് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നു. അവിടെ നല്ലപോലെ പെർഫോമൻസിൽ നന്നായിട്ട് നിൽക്കുമ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനർജി ഇല്ലാത്ത ഒരവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഭാര്യയുടെയും മക്കളുടെയും കൂടെ അല്ലെങ്കിൽ ഫാമിലിയിൽ ചെലവഴിക്കാനുള്ള ഒരു എനർജി അദ്ദേഹത്തിന് ഇല്ലാതെ പോണു എന്നുള്ളതാണ് സ്റ്റീവ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പോൾ ഇത് മിക്കവാറും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകളിൽ ഈ ഒരു പ്രോബ്ലം നമ്മൾ കാണുന്നുണ്ട് അല്ലെ? നമ്മൾ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഇതുപോലുള്ള ആളുകള് ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ അവരുടെ അടുത്ത് പറയുന്ന ഒരു അഡ്വൈസ് കൊടുക്കുന്നത്? എന്തായിരിക്കും നോർമലി നിങ്ങൾ എന്ത് അഡ്വൈസ് ആണ് അവർക്ക് കൊടുക്കുക? നിങ്ങൾ എന്ത് അഡ്വൈസ് ആയിരിക്കും അവർക്ക് കൊടുക്കാന്നൊന്ന് ജസ്റ്റ് നിങ്ങൾ പറയാമോ? നിങ്ങൾ എന്ത് പറയുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. സ്റ്റീവിനെ പോലെ ഒരാളെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നു പറയുമ്പോൾ, യെസ് എക്സാക്ട്ലി, ബാലൻസ് വർക്ക് ലൈഫ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഡെലിഗേറ്റ് എന്ന് പറയും, നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. പിന്നെ
നമ്മൾ അവരോട് പറയും നിങ്ങൾ വർക്ക് ഡെലിഗേറ്റ് ചെയ്യണം, കാരണം നിങ്ങളുടെ പ്രോബ്ലം ഡെലിഗേറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് പ്രയോറിറ്റീസ്, എക്സാക്ട്ലി നിങ്ങളുടെ പ്രയോറിറ്റീസ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരടുത്ത് പറയും. അതിനെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? ഈ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി ഇവിടെ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് എന്താണോ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഹാർവർഡ് ബിസിനസ് റിവ്യൂ ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഹാർവർഡ് ബിസിനസ് റിവ്യൂ ഒരു സ്റ്റഡി ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഇതുപോലെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു സ്റ്റഡി, വാക്കോവിയ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിൽ ഒരു റിസർച്ച് നടത്തി. ഓക്കെ, വാക്കോവിയ ബാങ്ക് എന്ന് പറയും, അവിടെ ഒരു റിസർച്ച് നടത്തി. ആ റിസർച്ചിൽ അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 106 എംപ്ലോയീസിനെ, അവിടെ വർക്ക് ചെയ്യുന്ന പല പല ലെയറിലുള്ള പല പൊസിഷൻസിലുള്ള 106 എംപ്ലോയീസിനെ ടെസ്റ്റിനെടുത്തിട്ട്, അതൊരു വർക്ക്ഷോപ്പ് ആയിരുന്നില്ല, ഒരു റിഗറസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ, എനർജി മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഇന്റർവെൻഷൻ അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ 2 ഗ്രൂപ്പാക്കി ആൾക്കാരെ തിരിച്ചിട്ട് ഈ കുറെ പേരെ അവര് കൺട്രോൾ ഗ്രൂപ്പിലും കുറെ പേരെ എക്സ്പെരിമെന്റ് ഗ്രൂപ്പിലും ഇട്ടു. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റ് ഗ്രൂപ്പും എന്താണെന്നുള്ളത്. ഈ കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് കുറെ പേർക്ക് ഈ ഇവരെ ടൈം മാനേജ്മെന്റ് പ്രോഗ്രാമിലൂടെ കടത്തി വിട്ടു, വേറെ കുറെ പേർക്ക് ടൈം മാനേജ്മെന്റ് പ്രോഗ്രാം അവർക്ക് കൊടുത്തില്ല. അങ്ങനെ 2 ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ഇതിലൂടെ ഈ എന്ത് എനർജി മാനേജ്മെന്റ് പ്രോഗ്രാം ആണ് ഇവര് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 സെക്കൻഡ്. ഹലോ, ആ മാം ഇപ്പൊ എന്റെ സ്ക്രീൻ കാണാമോ? കാണുന്നുണ്ട്. കാണുന്നുണ്ട് മാം. കാണുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ദർ ഇസ് അഗൈൻ സം പ്രോബ്ലം ഇസ് ദർ. എന്താന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഐ തിങ്ക് ഐ ഷുഡ് ബി ഏബിൾ ടു ഷെയർ ദ സ്ലൈഡ്. അതാണ് ഐ എം ട്രൈങ്. ഓക്കെ, മൊബൈലിൽ കൂടെ ഷെയർ ചെയ്യാൻ നോക്കിയൂടെ മാം? കിട്ടുന്നുണ്ട്. മൊബൈലിൽ കൂടെ ഷെയർ ഹലോ, ചെയ്യാൻ എന്തായിരുന്നു ചോദിച്ചത്? മൊബൈലിൽ കൂടെ ഷെയർ ആ, ചെയ്യാൻ മൊബൈലിലാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മൊബൈലിൽ നിന്നാണെങ്കിൽ ഇത് എന്തോ there is some issue with my slide, I think. സ്ലൈഡ് അല്ല ആക്ച്വലി, അത് എന്റെ സൂമിന്റെ പ്ലാറ്റ്ഫോമിന് എന്തോ പ്രോബ്ലം ആണ്. യൂഷ്വലി സൂമിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവാറില്ല. ബട്ട് ലെറ്റ് മീ സി. ഇപ്പൊ ഓക്കെ ആണോ? വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാഡം. സ്റ്റാർട്ടഡ് സ്ക്രീൻ ഷെയർ. ഓക്കെ, പൂർണ്ണമായിട്ട് ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ. ഇപ്പൊ വന്നോ? അത് Slide ആണോ? പൂർണ്ണമായിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല മാം, Loading- ഇല്ല. loading ആ? അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, എനിവേ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല, കാരണം വീഡിയോ ഓൺ ആക്കുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. ഓക്കെ, അപ്പൊ ഇവർ ഈ സ്റ്റഡി ചെയ്തിട്ട് ഇവര് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ടൈം ഫൈനൈറ്റ് ആണ്. ഡു യു അഗ്രി വിത്ത് മീ? യെസ് മാം. യെസ്, റൈറ്റ്. സോ ടൈം ഫൈനൈറ്റ് ആണെങ്കിൽ എന്താണ് നമുക്ക് പിന്നെ ഫൈനൈറ്റ് അല്ലാതെ ഉള്ളത്? വർക്ക്. എനർജി വർക്ക്. എനർജി ഈസ് ദി ഓൺലി തിങ് വിച്ച് ഇസ് റിന്യൂവബിൾ, അല്ലെ? നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ളത് എന്താണ്? എനർജി മാത്രമാണ്. സ്ലൈഡ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അത് നേരത്തെ പോലെ തന്നെ ഇല്ല. കറങ്ങിക്കൊണ്ടിരിക്കുക. ഇല്ല മാം, സ്ലൈഡ് ഇല്ലാത്തതിനെ മാം കണ്ടിന്യൂ ചെയ്തോളൂ, അതായിരിക്കും നല്ലത് തോന്നുന്നു. ഓക്കെ, ഫൈൻ. നമുക്ക് സമയം 49 ആയി.
ശരി. ഓക്കെ. സോ നമ്മൾ എങ്ങനെയാണ് അപ്പൊ എനർജി മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും നമ്മൾ പഠിക്കുന്നത്, റൈറ്റ്? അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എനർജി നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും. നമുക്ക് അത്രയും എളുപ്പമാണോ എനർജി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്? നമുക്ക് അറിയേണ്ടത് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഈ ബാങ്കിൽ ഇവർ ഒരു എനർജി മാനേജ്മെന്റ് പ്രോഗ്രാമിലൂടെ ആളുകളെ കടത്തി വിട്ടിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. ആ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 13% അവർക്ക് ലോണിൽ ഗ്രോത്ത് ഉണ്ടാവാൻ പറ്റി. ദിസ് ഇസ് എ ബാങ്ക്. ഡെപ്പോസിറ്റിൽ ഒരു 20% +20% ഗ്രോത്ത് ഉണ്ടാക്കി. കസ്റ്റമർ റിലേഷൻഷിപ്പിൽ 68% ഗ്രോത്ത് ഉണ്ടാക്കി. ആൻഡ് ഹയർ പ്രൊഡക്ടിവിറ്റി ബൈ 71%. പ്രൊഡക്ടിവിറ്റി 71% ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇമാജിൻ, അവർക്ക് പുതിയതായിട്ട് ഒരു ടെക്നിക്കോ സെയിൽസ് ടെക്നിക്കോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ട്രെയിനിങ്ങോ ഒന്നും കൊടുത്തിട്ടില്ല. അവരെ കൊണ്ടുപോയത് എനർജി മാനേജ്മെന്റ് പ്രോഗ്രാമിലൂടെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നമ്മൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോവുകയാണെന്ന് വെക്കാം. ചിലപ്പോൾ അതൊരു ബിസിനസ് ട്രിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രിപ്പ് ആയിരിക്കും. ഈ ഒരു ട്രിപ്പിന് നിങ്ങൾ പോണ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഫോണ് ഫുള്ള് ചാർജ് ചെയ്യാണ്ട് പോവോ? യെസ് ഓർ നോ? ജസ്റ്റ് ടൈപ്പ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പിന് പോയിട്ട് നിങ്ങളുടെ ഫോൺ കയ്യിലെടുത്തിട്ട് പോകുമ്പോൾ നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യുക, ഫുള്ള് ചാർജ് ചെയ്യാതെ പോവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു 20% ബാറ്ററി ഉള്ളത്, അല്ലെങ്കിൽ 5% ബാറ്ററി ഉള്ളത്, നിങ്ങൾ എങ്ങനെ പോവും? ഫുൾ ചാർജ് ചെയ്തിട്ട് തന്നെ പോവാം. ഫുൾ ചാർജ് ചെയ്തിട്ടേ പോളൂ. ഈ ഫുൾ ചാർജ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഇറങ്ങാറില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ കയ്യിൽ, നമ്മുടെ വണ്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ ചാർജർ എടുത്തിട്ടോ എവിടെയെങ്കിലും ചാർജിങ് പോയിന്റ് ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കും, അല്ലെ? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഒരു ടോർച്ച്, ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററി വേണം. ഒരു ടോർച്ച് അല്ലെങ്കിൽ ഒരു AC-യുടെ റിമോട്ട്, TV-യുടെ റിമോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ബാറ്ററി വേണം? എത്ര ബാറ്ററി വേണം മിനിമം? 2 ബാറ്ററി വേണം. 2 ബാറ്ററി വേണം, അല്ലെ? അപ്പൊ കേവലം ചെറിയ ഒരു ടോർച്ച് കത്തണമെങ്കിൽ 2 ബാറ്ററി വേണമെങ്കിൽ നമ്മളെ പോലെ ഇത്രയും അധികം വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സിന് എത്ര ബാറ്ററി വേണ്ടി വരും? എത്ര ബാറ്ററി നമുക്ക് വേണ്ടി വരും? നമുക്ക് വേണ്ടത് 4 ബാറ്ററി ആണെന്നാ പറയുന്നത്. അതായത് 1 ഫിസിക്കൽ, 2 ഇമോഷണൽ, 3 മെന്റൽ ആൻഡ് 4 പർപ്പസ്. 4 ബാറ്ററിയാണ് നമുക്ക് വേണ്ടത്. 1 ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ ആൻഡ് പേർപ്പസ്. ഈ 4 ബാറ്ററി. ഈ 4 ബാറ്ററിയും നമ്മൾ ഒരുപോലെ ചാർജ് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ് പറയണത്. എന്താണ് നമ്മൾ ഫിസിക്കൽ ബാറ്ററി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾക്ക് നിലനിർത്താൻ വേണ്ടി നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങണം. നമുക്ക് സ്ലീപ്പ് ടൈം, നമുക്ക് അഡീക്വേറ്റ് സ്ലീപ്പ് കിട്ടണം. അതുപോലെ നമ്മൾക്ക് ന്യൂട്രീഷൻ, നമ്മൾക്ക് വേണ്ട ഭക്ഷണം, നമ്മൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. നമ്മൾ നിരന്തരം എക്സസൈസ് ചെയ്യണം. പിന്നെ റിക്കവറി എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു സ്പ്രിന്റ് ഉണ്ട്, ഒരു അൾട്രേഡിയൻ സ്പ്രിന്റ് ഉണ്ട്. അതായത് നമ്മൾ റിക്കവറി എന്ന് പറയുന്നത് നമ്മൾ 90 മിനിറ്റ്സ് വർക്ക് ചെയ്യുന്നു, പിന്നെ നമ്മൾ റിക്കവർ ചെയ്യുന്നു, റെസ്റ്റ് ചെയ്യുന്നു, അഗൈൻ 120 മിനിറ്റ്സ് വർക്ക് ചെയ്യുന്നു, റെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഒരു സംവിധാനത്തിലൂടെ പോയാൽ മാത്രമാണ് നമുക്ക് എനർജി നിലനിർത്താൻ വേണ്ടി കഴിയുക. ദിസ് ഇസ് 1 ബാറ്ററി. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? സ്ലീപ്പ്, ന്യൂട്രീഷൻ, എക്സസൈസ്, റിക്കവറി. ഇതാണ് ഒരു ബാറ്ററി. ഇനി രണ്ടാമത്തെ ബാറ്ററി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും വർക്കിലാണോ നമ്മൾ എക്സോസ്റ്റഡ് ആവുന്നത്, അതോ ആൾക്കാരെ കൊണ്ടാണോ? നമുക്ക് മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് പലപ്പോഴും നമ്മളുടെ ജോലിയാണോ അതോ ആൾക്കാരാണോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പീപ്പിൾ ആണ് ഡിഫിക്കൽട്ട് ടു മാനേജ് എന്ന് തോന്നിയവരുണ്ടെന്നുണ്ടെങ്കിൽ പീപ്പിൾ എന്ന് എഴുതൂ. അല്ല, വർക്ക് ആണ് ഡിഫിക്കൽട്ട് ടു മാനേജ് എങ്കിൽ വർക്ക് എന്ന് ടൈപ്പ് ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ലൈക്ക് തോന്നാറുള്ളത്? പീപ്പിൾ, അല്ലെ? പീപ്പിൾ ആയിരിക്കും നമുക്ക് പലപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ബാറ്ററി ചാർജ് ചെയ്യണം? നമ്മളുടെ രണ്ടാമത്തെ ബാറ്ററി. എന്താണ് നമ്മുടെ രണ്ടാമത്തെ ബാറ്ററി? ഇമോഷണൽ ബാറ്ററി. ഇമോഷണൽ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് നിർത്തണം. ഈ ഇമോഷണൽ ബാറ്ററി വീക്ക് ആവുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്, ആങ്കർ, ആങ്സൈറ്റി, ഫ്രസ്ട്രേഷൻ. അപ്പൊ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ആണ്, രണ്ടാമത്തിൽ ഇമോഷണൽ. അത് ചാർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓപ്റ്റിമിസം, റെസീലിയൻസ്, എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഈ മെഡിറ്റേഷനിലൂടെയും നമ്മൾ ഓരോ യോഗ ചെയ്തിട്ടും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ നമ്മൾ നമ്മളുടെ ഇമോഷണൽ ബാറ്ററി നമ്മൾ നിർത്തുന്നു, അല്ലെ? പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മളുടെ എല്ലാവരും കമ്പ്യൂട്ടർ തുറന്നു കഴിയുമ്പോൾ എത്ര ടാബ്സ് അറ്റ് എ ടൈം ഓപ്പൺ ആയിരിക്കും? നിങ്ങളുടെ ആരുടെയെങ്കിലും അവസ്ഥകൾ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? കുറേ ടാബുകൾ ഇങ്ങനെ തുറന്നിരിക്കും, ഫോണിലായാലും ശരി. നമുക്ക് അത് ക്യാഷ് നമ്മൾ ചില സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ കുറേ ടാബുകൾ ഓപ്പൺ ആയിരിക്കുമ്പോൾ നമ്മൾ അതിൽ കുറേ എണ്ണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു ടാബ് വൃത്തിയായിട്ട് വർക്ക് ചെയ്യും. കറക്റ്റ്? അങ്ങനെ ഒരു അവസ്ഥ വരാറില്ലേ നമുക്ക്?
അറ്റ്ലീസ്റ്റ് 2 ടാബ്സ് വിൽ ബി ഓപ്പൺ, റൈറ്റ്? സോ നൗ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ എത്ര ടാബ്സ് ഓപ്പൺ ആണ്? എന്തൊക്കെ കാര്യങ്ങളെ പറ്റി നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും? അടുത്ത നിമിഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ ഒരു കാര്യമൊന്നുമല്ല ഉള്ളത്. അറ്റ് എ ടൈം നമ്മൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്, അല്ലെ? നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതെന്താണ്? മെന്റൽ എനർജി, അല്ലെ? മൾട്ടി ടാസ്കിങ്, കുറെ നോട്ടിഫിക്കേഷൻസ് വരും, ഇന്ററപ്ഷൻസ് ഉണ്ടാവും, കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് സ്വിച്ച് ചെയ്യണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സ്വിച്ച് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ബിസി ആവുന്നതുകൊണ്ട് പ്രൊഡക്റ്റീവ് ആവില്ല, ഫോക്കസ്ഡ് ആവുമ്പോഴേ നമ്മൾ പ്രൊഡക്റ്റീവ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇതാണ് നമ്മളുടെ 3ാമത്തെ ബാറ്ററി. ആൻഡ് 4ാമത്തെ ബാറ്ററി എന്താണ്? പർപ്പസ് ബാറ്ററിയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് മീനിങ്, വാല്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി, അല്ലെ? നമ്മൾ എല്ലാവരും കൂടുതൽ മതിമറന്ന് നമ്മൾ പണിയെടുക്കുന്നത് എപ്പോഴാണ്? നമ്മൾ എക്സോസ്റ്റഡ് ആവാതെ പോകുന്നത് എപ്പോഴാണ്? നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ മീനിങ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ്, അല്ലെ? പക്ഷെ അത് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് കാര്യമുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള പണി ചെയ്യുമ്പോൾ കറക്റ്റ് ആണ്, നമ്മൾ എക്സോസ്റ്റഡ് ആവില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ സമയത്തിന് ഫുഡ് കഴിച്ചില്ലെന്ന് വരും, ചിലപ്പോൾ നമ്മൾ സമയത്തിന് ഉറങ്ങി എഴുന്നേൽക്കുന്നുണ്ടാവില്ല, നമ്മൾ എണീക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ബാറ്ററിയും നമ്മൾ 4 പറഞ്ഞു: ഫിസിക്കൽ ബാറ്ററി, ഇമോഷണൽ ബാറ്ററി, മെന്റൽ ബാറ്ററി ആൻഡ് ദ പർപ്പസ് വൺ. ഓക്കെ, ഈ 4 എനർജിയാണ്. ഇത് നമുക്ക് 4 എനർജി തരുന്ന കാര്യങ്ങളാണ്. ഈ 4 നമ്മൾ ഒരുപോലെ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി നിലനിർത്താൻ പറ്റുക എന്നുള്ളതാണ് പറയണത്. അപ്പൊ ജസ്റ്റ് ഒന്ന് സെൽഫ് ഡയഗ്നോസ് ചെയ്ത് നോക്കൂ. ഒരു 10 സെക്കൻഡ്സ് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും ഹൈയിൽ നിൽക്കുന്നത് ഏത് ബാറ്ററിയാണ്? അല്ലെങ്കിൽ ഏതാ ഡ്രെയിൻ ആയി നിൽക്കുന്നത്? എല്ലാം ഒരേ ലെവലിലാണോ ഉള്ളത്? അതോ കുറച്ചെണ്ണം കുറഞ്ഞിട്ടും കുറച്ചെണ്ണം കൂടിയിട്ടും ഒക്കെ നിൽക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നമ്മൾ നടത്തണം. നമുക്ക് നമ്മുടെ ഫിസിക്കൽ ബാറ്ററി ആണോ, ഇമോഷണൽ ബാറ്ററി ആണോ, മെന്റൽ ബാറ്ററി ആണോ, പർപ്പസ് ബാറ്ററി ആണോ, ഏതാണ് ഇതിനകത്ത് ചാർജ് ആയി നിൽക്കുന്നത്? ചില ആളുകൾക്ക് ചിലപ്പോൾ മെന്റൽ ബാറ്ററി ഹൈ ആയിരിക്കും, പക്ഷെ ഫിസിക്കൽ ബാറ്ററി കുറവായിരിക്കും. ചിലപ്പോൾ നമ്മളെ ഫിസിക്കൽ ബാറ്ററി കൂടുതലായിരിക്കും, ഇമോഷണൽ ബാറ്ററി കുറവായിരിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ നിലനിർത്തി ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സ്വീറ്റ് സ്പോട്ട് കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത്. വിച്ച് മീൻസ് വെൻ ദി എനർജി മീറ്റ്സ് എക്സിക്യൂഷൻ. അതായത് നമ്മൾ ടു കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, എന്നാൽ ടു എക്സോസ്റ്റഡ് ആവാൻ പാടില്ല. ആൻഡ് ദർ ഇസ് എ സ്വീറ്റ് സ്പോട്ട്, ദ ഇന്റർസെക്ഷൻ ഓഫ് കപ്പാസിറ്റി, ഫോക്കസ് ആൻഡ് മീനിങ്. അതായത് ഇന്റർസെക്ഷൻ ഓഫ് കപ്പാസിറ്റി, ഫോക്കസ് ആൻഡ് മീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ കപ്പാസിറ്റി തന്നെയാണ് നമ്മൾ കൂട്ടേണ്ടത്. നമ്മളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ എനർജി നമുക്ക് എങ്ങനെയാണ് കൂട്ടാൻ കഴിയുക? നമുക്ക് ടൈമിനെ കൂട്ടാൻ പറ്റില്ല, അല്ലെ? എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, 24 മണിക്കൂർ മതിയാവുന്നില്ല എന്ന്. അപ്പൊ ഇതായിരുന്നു സ്റ്റീവിന്റെ പ്രോബ്ലം. അങ്ങനെ സ്റ്റീവിനെ പോലെയുള്ള പല ആളുകളെ ഇതുപോലെയുള്ള എനർജി മാനേജ്മെന്റ്, ഇത് ഓരോന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ടെക്നിക്സിലൂടെ കൊണ്ടുപോയി അവരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺട്രോൾ ഗ്രൂപ്പും ഒരു എക്സ്പെരിമെന്റ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ഈ എക്സ്പെരിമെന്റ് ഗ്രൂപ്പിനെ എക്സ്പെരിമെന്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവരുടെ റിസൾട്ട്സ് കൊണ്ടുവന്നത് വളരെ അസാധ്യമായിട്ടുള്ള റിസൾട്ട്സ് ആണ്. അവർക്ക് ആർക്കും ഒരു എക്സ്ട്രാ അവർ കൊടുത്തിട്ടില്ല. എല്ലാവരും സെയിം അവേഴ്സിലാണ് വർക്ക് ചെയ്തത്. പക്ഷെ അവരുടെ എനർജിയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ എനർജി കപ്പാസിറ്റി കൂട്ടിയപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും ചെയ്തു. മാത്രമല്ല അവർക്ക് എല്ലാവർക്കും വളരെ അധികം സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മളുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും? ദ സൊല്യൂഷൻ ഇസ് ബെറ്റർ സ്ലീപ്പ്, എക്സസൈസ്, take recovery breaks, better nutrition, and give family time. More energy, more focus, better relationships, higher satisfaction. ഇതാണ് നമ്മൾക്കുള്ള ഒരു സൊല്യൂഷൻ. സോ ഈ ഒരു ക്ലാസ് നമുക്ക് ആകെ ഹാഫ് ആൻ അവർ ആണ് ഉള്ളത്. ഈ ഒരു ടൈമിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഇതിനകത്ത് പറയാൻ സാധിക്കുള്ളൂ. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ഈ ഓരോ എനർജീനെയും എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഇറ്റ് മൈറ്റ് റിക്വയർ ഓരോന്നിനും ഓരോ മണിക്കൂർ വേണ്ടി വരുമായിരിക്കും. സോ മോർ ദാൻ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് ദ പാരഡൈം ഷിഫ്റ്റ് ഫ്രം നമുക്ക് ട്രഡീഷണൽ മാനേജ്മെന്റിൽ നിന്നും ഒരു എനർജി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ടൈം മാനേജ് ചെയ്യുന്നതിന് പകരം നമ്മൾ എനർജി മാനേജ് ചെയ്യാൻ വേണ്ടി തിങ്ക് ചെയ്യുക. വർക്ക് ലോങ്ങർ അവേഴ്സ് വർക്ക് ചെയ്യുന്നതിന് പകരം എങ്ങനെ കുറച്ച് സമയം വർക്ക് ചെയ്യുന്നു, റിക്കവർ ചെയ്യുക, നമ്മൾ റെസ്റ്റ് എടുക്കുക, റിക്കവർ ചെയ്യുക, എന്നിട്ട് വീണ്ടും വർക്ക് ചെയ്യുക. അവേഴ്സ് കൂട്ടുന്നതിന് പകരം നമ്മളുടെ കപ്പാസിറ്റി കൂട്ടുക. നമ്മൾ സ്മാർട്ടായിട്ട് നമ്മൾ റിന്യൂ ചെയ്ത് വരിക. അവോയ്ഡ് റെസ്റ്റ്. നമ്മൾ റെസ്റ്റ് അവോയ്ഡ് ചെയ്യല്ല വേണ്ടത്, ഷെഡ്യൂൾ റിന്യൂവൽ. നമ്മൾ റെസ്റ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നതിന് പകരം കുറച്ച് ചെറിയ ബ്രേക്കുകൾ എടുത്ത് വർക്ക് ചെയ്യുക. ഈ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇത്രയും അധികം ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ
വർക്കിൽ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റും, കപ്പാസിറ്റി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇതിലൊരു ലീഡർഷിപ്പ് മാൻഡേറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു എൻകറേജ് റിക്കവറി. നിങ്ങളുടെ ഇടയിലുള്ള ആളുകളെ പ്രൊഡക്റ്റീവ് ആക്കാൻ പല ബിസിനസ്സുകാരും പറയാറുള്ള ഒരു കാര്യമാണ് നമ്മളുടെ എംപ്ലോയീസ് പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ളത്. അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുത്തതുകൊണ്ട്, ടെക്നിക്കൽ ട്രെയിനിങ്ങോ സെയിൽസ് ട്രെയിനിങ്ങോ ഇതൊന്നും കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ വേണം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ എൻകറേജ് ചെയ്യാൻ, റിക്കവറിക്ക് എൻകറേജ് ചെയ്യുക, ലെറ്റ് ദം ടേക്ക് ബ്രേക്ക് ആൻഡ് കം ബാക്ക്, സപ്പോർട്ട് വെൽ ബീയിങ്, റെഡ്യൂസ് അൺനെസസറി ഇന്ററപ്ഷൻസ്, ക്രിയേറ്റ് മീനിങ് ഫുൾ വർക്ക്, ഇൻവെസ്റ്റ് ഇൻ ഹ്യൂമൻ എനർജി. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാറുള്ളത്. ആൻഡ് യു കനോട്ട് ക്രിയേറ്റ് ഹൈ പെർഫോമൻസ് ഫ്രം എക്സ്ഹോസ്റ്റഡ് പീപ്പിൾ. With this, I am concluding the session as we are മാം ഇതിന്റെ പവർ പോയിന്റ് ഒന്ന് ഷെയർ ചെയ്യാവോ? definitely. നിങ്ങൾക്ക് പവർ പോയിന്റ് കാണാൻ പറ്റിയില്ല? ഇല്ല, ഒന്നുപോലും കണ്ടില്ല. ഐ എം റിയലി സോറി ബിക്കോസ് നമുക്ക് എന്റെ ഇതിന്റെ എന്തോ ഒരു പ്രോബ്ലം ആണ്. ആൻഡ് ദിസ് പ്രോബ്ലം ഒക്കേർഡ് ഓൾ ഓഫ് എ സഡൻ. ടെക്നോളജി നമ്മളെ പലപ്പോഴും ഇങ്ങനെ ചതിക്കാറുണ്ട്. സോ ബട്ട് ഇറ്റ്സ് ഓക്കെ, സ്റ്റിൽ ഐ കുഡ് മാനേജ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ സമയം 7 മണിയായി, അതുകൊണ്ട് ഐ എം കൺക്ലൂഡിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിജി ഫോർ ദി ഓപ്പർച്യൂണിറ്റി ഗിവൺ ടു മീ. താങ്ക്സ് എ ലോട്ട്. ഗുഡ് മോർണിംഗ്. സമയം അളക്കാനുള്ളതാണെങ്കിൽ ഊർജം എന്നത് ജീവിക്കാനുള്ളതാണ്. ഘടികാര സൂചികകളെ നിയന്ത്രിക്കുന്നതിലല്ല, ഉള്ളിലെ പ്രാണോർജത്തെ തൊട്ടുണർത്തുന്നതിലാണ് ജീവിതത്തിന്റെ വിജയം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ദേവകി മാമിന്റെ ഇന്നത്തെ ക്ലാസ്. പ്രശസ്ത എഴുത്തുകാരൻ ജിം ലോഹർ പറഞ്ഞിട്ടുണ്ട്, എനർജി നോട്ട് ടൈം ഈസ് ദ ഫണ്ടമെന്റൽ കറൻസി ഓഫ് ഹൈ പെർഫോമൻസ്. ഉയർന്ന വിജയങ്ങളുടെ അടിസ്ഥാന മൂലധനം സമയമല്ല, ഊർജമാണ്. ആ വാചകത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ അത്യന്തം ഹൃദ്യവും ഊർജ്ജസ്വലവുമായിട്ടാണ് മാഡം ഇന്ന് നമ്മോട് സംസാരിച്ചത്. വെറുമൊരു ക്ലാസ്സിനപ്പുറം നമ്മുടെ ചിന്തകൾക്ക് പുതിയൊരു വെളിച്ചം നൽകാൻ മാഡത്തിന് സാധിച്ചു. സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചിന്തിച്ച് വിയർത്ത നമുക്ക് ഊർജത്തെ എങ്ങനെ പോസിറ്റീവായി നിലനിർത്താമെന്ന് മാം ലളിതമായി പറഞ്ഞു തന്നു. മാമിന്റെ ഓരോ വാക്കുകളിലും നിറഞ്ഞു നിന്ന ഈ എനർജി സദസ്സിലുള്ള നമ്മളിലേക്കും പടർന്നു പിടിക്കുകയായിരുന്നു. ഈ മനോഹരമായ ആത്മപരിശോധനയുടെ നിമിഷങ്ങൾ സമ്മാനിച്ച പ്രിയപ്പെട്ട ദേവകി മാഡത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ സിജി ഡിവിഷൻ പ്രോഗ്രാമിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് നമ്മുടെ ഊർജം പ്രവഹിക്കുന്നത്. മാം പകർന്നു തന്ന ഈ വലിയ പാഠം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ മനോഹരവും സാരസമ്പൂർണവുമായ സംസാരം ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാ ഡിവിഷൻ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പൂത്തുലയാൻ പോകുന്ന ഒരു വസന്തത്തിന് വിത്ത് പാകുക എന്നതുപോലെ ഈ നല്ല പ്രഭാതത്തിലെ നല്ല ചിന്തകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ആഗ്രഹിച്ചും ആശംസിച്ചും തൽക്കാലം ഇന്നത്തേക്ക് വിടാം. താങ്ക് യു.